ഇന്ന് ലോക ആനദിനം. 2012 ആഗസ്റ്റ് 12 മുതലാണ് ആനകളുടെ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ ലോക ആനദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ആനകൾക്ക് എഴുന്നള്ളത്ത് നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ആനകൾ കാടിറങ്ങി വരുന്നതും വിവാദമായി വന്നതിനെ തുടർന്ന് ദുരന്ത സമയത്ത് കാട്ടാന നാട്ടുകാരെ സംരക്ഷിച്ചതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആനയെ വാങ്ങാൻ ഇന്ന് എത്ര രൂപ വേണ്ടിവരും? ആനകൾ ജീവിച്ചിരുന്നാലും ചത്താലും 12000 മതിയെന്ന് പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആനയെ നോക്കാൻ തന്നെ 12000 വേണമെന്നാണ് ഉടമസ്ഥർ പറയുന്നത്. ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരാൻ പ്രതിദിനം ലക്ഷങ്ങൾ വാടക വാങ്ങിയ കാലമുണ്ടായിരുന്നു. എന്നാലും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല. ആനയ്ക്ക് എന്ത് വില വരും? 1 രൂപ കൊടുത്ത് കൊമ്പനാനയെ സ്വന്തമാക്കിയ സംഭവമുണ്ട്. ഇപ്പോഴെങ്ങുമല്ല, അങ്ങ് പണ്ട് 130 വർഷം മുമ്പാണ് സംഭവം. വിശ്വസിക്കാനാവാത്ത വിസ്മയമാണത്. അന്ന് നടന്ന ആനഷോടതി അല്ലെങ്കിൽ ആന ലോട്ടറിയിലാണ് സംഭവം നടക്കുന്നത്. 2000 പേര് പങ്കെടുത്ത നറുക്കെടുപ്പായിരുന്നു അത്. 1 രൂപ മുടക്കി ആ നറുക്കെടുപ്പിൽ പങ്കെടുത്ത ആളിന് ആനയെ കിട്ടി. കുഞ്ചു എന്ന കൊമ്പനാനയെയാണ് 1 രൂപയ്ക്ക് കിട്ടിയത്. കാഞ്ഞൂർ മനക്കൽ ശങ്കരൻ നമ്പൂതിരി വഴിയായിരുന്നു 2000 പേരുണ്ടായിരുന്ന നറുക്കെടുപ്പിൽ ആനയെ ലഭിച്ചത്. ചെത്തനല്ലൂർ ഓട്ട് കമ്പനിയിൽ വെച്ചാണ് 1893 ഒക്ടോബർ 15 നറുക്കെടുപ്പ് നടന്നത്. വള്ളുവനാട് താലൂക്കിലെ ചെത്തനല്ലൂർ ദേശത്ത് എടമന നാരായണൻ നമ്പൂതിരി മുത്തേടത്ത് പാലശ്ശേരി ശങ്കരൻ നമ്പൂതിരിക്ക് എഴുതിക്കൊടുത്ത രസീതിലെ ഉടമ്പടിയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. കാരിക്കാട് പാലശ്ശേരി മനയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സൂക്ഷിച്ചിരിക്കുന്ന രേഖകളിൽ ആനപിടുത്തത്തിന്റെ, ആനയ്ക്ക് വാരിക്കുഴി ഉണ്ടാക്കാൻ കരാറുണ്ടാക്കിയതിന്റെ, ആനയ്ക്ക് റേഷൻ കാർഡ് ഏർപ്പെടുത്തിയതിന്റെ കഥകൾ തുടങ്ങി രസകരമായ വിജ്ഞാനങ്ങൾ ഏറെയുണ്ട്.